ഹലോ ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കൂടെ ചേട്ടനുണ്ട്. നിങ്ങൾ സ്റ്റംബിൾ ഗൈസ് കളിക്കാനാണ് വന്നത്. എനിക്ക് പുതിയ സ്കിന്നൊക്കെ കിട്ടിയായിരുന്നു. സ്കിന്നും പിന്നെ കുറച്ച് ഫുഡ് സ്റ്റെപ്പിൻ്റെ നമുക്കൊരു എബിലിറ്റി വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുക. പിന്നെ ഒരു വിക്ടറി ആനിമേഷൻ ഷാഡോ ബോക്സ്. അത് തന്നെ. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾക്കറിയാലോ ഓൾറെഡി കുറച്ച് റിവാർഡിൻ്റെ തേങ്ങയൊക്കെ ക്ലെയിം ചെയ്തിട്ട് നേരെ കളിയിലേക്ക് പോകും നമ്മൾ. പക്ഷേ എനിക്കറിയാത്ത ഈ പവറപ്പ് പവർ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അതെനിക്കറിയാം. നമ്മുടെ എബിലിറ്റീസിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, സ്റ്റംബിൾ പാസിലല്ലല്ലോ അത് സത്യം പറഞ്ഞാൽ. പിന്നെ സ്റ്റംബിൾ പാസിലല്ല സത്യം പറഞ്ഞാൽ, അത് ഷോപ്പിലല്ലാന്ന് തോന്നുന്നു. ഷോപ്പിലല്ല, ഞാൻ കാണിച്ചു തരാം. നമ്മളെ പ്രൊഫൈലിൽ പോകണം. പ്രൊഫൈലിൽ മാറ്റി കസ്റ്റമൈസിൽ പോയിട്ട് ഇതിലെന്താണ് അത് തന്നെ അതാണ് എബിലിറ്റി. സ്പീഡ് ജെല്ല്. ഇതെന്ത് ബിൽഡ് ചെയ്ത് അടിപൊളി. എടാ 150 കീ വേണമല്ലേ അപ്പോൾ ഒരു ഇതിൻ്റെ? ഇതൊക്കെ എനിക്ക് എന്തിനാ? ഈ ഹഗ്ഗിന്റെ ഉപയോഗം എന്തുവാ ബ്രോ? ഇൻമോബ് എന്താണ്ടോ ഒരു ഇത്. അതിന്റെ യൂസ് എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പണന്റിനെ പാരലൈസ് ചെയ്യും ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട്. സോ നമ്മൾ തൽക്കാലം വാങ്ങിക്കണില്ല, നമ്മള് പെണ്ണങ്കളിയല്ലേ കളിക്കാൻ പോകുന്നത്. നമ്മള് കുറച്ച് എവിടെ എത്തും നോക്കാം. ഇതേ സ്ഥലം എനിക്കറിയത്തില്ല. റേസ് ടു ഫിനിഷ് നമുക്ക് പോവാം. ഇവിടെ മനസ്സിലായി. ആ സാധനത്തിൽ ചവിട്ടാൻ നേരത്ത് നീ സ്ലോ മനസ്സിലായ? ഉയ്യോ തേങ്ങ, ഇതിപ്പോ ഞാൻ തെന്നി കളിക്കുന്നു. അതെന്ത് തേങ്ങ? അപ്പുറത്തോട്ടെത്തി. ഇത് കഴിഞ്ഞിട്ട് ആ കല്ലി കയറി പാർക്കോർ ചെയ്യണം ഗൈസ്. ഓക്കെ ഇതാര് നേരത്തെ ഈ സ്പെക്ടേറ്റിംഗ് ഇഷ്ടമല്ല. ഇന്നലത്തെ പോലെ എനിക്ക് ലാഗൊന്നുമില്ല. ഇന്നലെ എന്തൊക്കെയോ ടാബ് ക്ലോസ് ചെയ്യാൻ ഞാൻ കിടന്നിട്ട് അതിൻ്റെ ലാഗായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ വേഗം നിർത്തി. പൂപ്പി പെങ്കിന് തലയിൽ ഒരു കുത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്ലെയർ അങ്ങനെ കണ്ട്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ എൻ്റെ നെയിം ഗാറോബോയ് 123. ഗാറോബോയ് 123 ഒരു സ്പേസും ഇല്ല. അതെ, ഓക്കെ. സ്പേസ് ഉണ്ടോയെന്ന് തന്നെ നോക്കട്ടെ. ഒരു സ്പേസ് ഇത്രേ ഉള്ളൂ. ആനിമേഷൻ കിടും. അതുകൊണ്ട് ഇതാടാ വിക്ടറി ആനിമേഷൻ എനിക്ക് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അത് VIP എങ്ങാണ്ട. അത് ഷാഡോ ബോക്സിംഗ് അല്ല അവൻ ചെയ്ത് ആകാശത്ത് പോയിട്ട് എന്തോ കറങ്ങി കളിക്കത്തില്ലേ? എടാ വിക്ടറി ഇമോട്ട് കാണിച്ചില്ലേ ഒരുത്തേം കുറച്ച് മുന്നേ? അത് VIP ചെയ്താണ്ട. സന്തോഷം. ഭയങ്കര ഈസിയാണ് ബ്രോ. ഇത് താഴത്തോട്ട് പോയാൽ കുഴപ്പമാണല്ലോ. അയ്യോ, എന്നെ തള്ളിയിട്ട്.
ഈസി. ഞാൻ കീഴോട്ട് പോവാം. വരട്ടെ, ചാടിക്കറണം. അയ്യോ, നമ്മൾ ഇതാക്കുമായിരുന്നു, എനിക്കറിയത്തില്ല. ഇവിടെ സ്ഥലമുണ്ടല്ലോ ഇവിടെ ഒരു വേഗം വേണം പോയി. എന്തോ ഇതില് ഇതൊരു ടൈപ്പുള്ള പ്ലാറ്റ്ഫോം ടൈപ്പ് പാർക്കോറ. അയ്യോ, അയ്യോ, എന്താ പൊന്നെ ചേത്തി എങ്ങനെ ലാസ്റ്റ് ആവുമ്പോഴായിരിക്കും നല്ല സുഖം. നല്ല സുഖമായിരിക്കും ലാസ്റ്റ്. ഇവന് അവൻ അതിന്റെ മണ്ടക്കൂടി ചാടിക്കേറിയ. ബാക്കി ബാക്കി 6 പേരാണ് ലൈവ്. ഇവിടെ കളിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഈസി. ഇവിടെ ഇനി അവന്റെ തലയുടെ മണ്ടക്ക് കയറിയിരുന്നേ. എന്താ? താങ്ക് യു. ഇല്ല, അതിന്റെ മണ്ടക്കൂടി ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഒരു ഹാക്ക് ഉണ്ട്. ഇവിടുന്ന് എങ്ങനെ കേറും ആലോചിക്കണം. എനിക്ക് തോന്നുന്നു നീ തോറ്റു പോകുന്നു. എന്താ, നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്താലോ? അല്ലല്ല, ആരും ഇവിടെ ജയിച്ചിട്ടില്ല. ജയിക്കാൻ പോയി. അവിടെ എത്തി. അടിപൊളി. നോക്കിയപ്പോ ആരാ അപ്പാപ്പനെ ജയിച്ചത്? ഇൻവൈറ്റ് സെൻഡ്. എനിക്ക് ഈ അപ്പാപ്പനെ ഫ്രണ്ട് ആക്കണ്ട. ഇൻവൈറ്റ് സെൻഡ് ചെയ്തിട്ട് എന്തിനാ? ഞാൻ അറിയാതെ പിടിച്ച് നോക്കി, എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തുവാന്ന്. പരസ്യം. എനിക്ക് മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ്. എന്തോടാ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റും നിനക്ക്? അതെന്ത് സ്റ്റാർ? എന്തോ സ്റ്റാർ എനിക്കറിയത്തില്ല. നോക്കാം. ഒരു ടോക്കൺ കിട്ടി. നമുക്ക് ഇത് മേടിച്ചാലോ? ഓൾറെഡി വാങ്ങിച്ചു നമ്മള്. ഇതിന്റെ യൂസ് എന്താ? എബിലിറ്റി ടോക്കൺസ് ആണ്. നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. ഇത്ര നല്ല ആക്ടിവിറ്റി ചെയ്തല്ലോ. നമുക്ക് പൈസ കൊടുക്കണം. ഫസ്റ്റ് എന്തായാലും നല്ല എല്ലായിടത്തും നൂമ്പന്നേറ്റോ വേണ്ട, ഒരെണ്ണം രൂപ നേറ്റിയാ മതി. മറ്റേ ഇതിലെന്തിനാണ് കടന്ന് ഇതാക്കണം? നമുക്ക് ഏതെങ്കിലും എബിലിറ്റി വാങ്ങിച്ചാൽ നമുക്ക് ഓപ്പോണൻസിനെ സ്റ്റൺ ചെയ്യാൻ പറ്റുന്നല്ലോ. ഇത് അല്ലേ, നമുക്ക് ഇതിന് എത്രയാ നോക്കിയല്ലോ. നമുക്ക് അയ്യോ, ഇതിന് വരെ 150. പവർ ജമ്പിന് എത്രയാ? പവർ ജമ്പ് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? പവർ ജമ്പ് എവിടുന്നാ നീ എടുത്തത്? ഇതാണോ പവർ ജമ്പ്?
വാങ്ങിച്ചാലേ. എന്ത് ചെയ്യുന്നു? എൻ്റെ ലെവൽ 2-ലാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് 3-ാമത്തേൽ കൂട്ടും, 4-ാമത്തേൽ അത് തന്നെ. നമുക്ക് ഇത് തന്നെ മേടിക്കാൻ പറ്റണ്ടേ? ആ ഇത് ഉറച്ചാലോ? ഇപ്പൊ മേടിക്കേണ്ടി വന്നു. 2000 ടോക്കണും കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ലല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്ഗ്രേഡ് ചെയ്യാനാണ് കൊടുക്കണ്ട്. അപ്ഗ്രേഡ് ചെയ്യണോ? എന്തോ ഒരു പരട്ട പറപ്പ് കിട്ടി. അതിന്റെ പവർ എന്താണ്? നമുക്കൊരു മാച്ച് കളിക്കാം. നമുക്ക് മേടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും പറയില്ല, വേറെ വഴിയില്ല. പക്ഷേ നല്ല പവർ ആൾക്കാർ അടുത്തോട്ട് വലിച്ചിട്ട് എന്തോ ഹഗ്ഗിയായിട്ട് അവരവിടെ തന്നെ സ്റ്റാർട്ട്. നമ്മള് ഹഗ്ഗി അല്ല ഇതിന്. ഇത് കാട്ടാക്കട സ്ഥലം ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നു. ലോസ്റ്റ് ടെമ്പിൾ. കാട്ടാക്കട നിർത്ത, എനിക്ക് ബോറടിക്കുന്ന. ലോസ്റ്റ് ടെമ്പിൾ. വാവ്. എബിലിറ്റി എന്ത്? ചാർജ് ഉണ്ടോ എബിലിറ്റിക്ക്? പിന്നല്ല, ഫ്രീ ആണ്. പിന്നെ എന്താ ഫ്രീ അല്ലേ? അങ്ങനല്ല, ഫ്രീ. ഇത് ഈസിയാണ്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ആടണം. നമുക്ക് മറ്റേത് തന്നെ പോയാൽ മതിയായിരുന്നു. ഞാനാണോ ഫസ്റ്റ്? അല്ല. നോ നോ നോ. ഇടിക്കരുത്. എന്താ? നമ്മൾ എലിമിനേറ്റ് കാര്യം കളിക്കാണ ആൾ ഇത്തിരി ഡൂബായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ കുറെ നാൾ കഴിഞ്ഞിട്ടായിരുന്നു സ്റ്റംബിൾ ഗൈസ് കളിച്ചോണ്ടിരുന്നത്. ഞാൻ ലീവായിട്ട് അടുത്ത മാച്ച് കളിക്കേണ്ടി വരും. പാരസ്യത്തെ അറിയാതെയാണ്. നമുക്ക് അടുത്ത കളിയിലോട്ട് പോവാം. ഇതിലെങ്കിലും പാറ് നോക്കിയാൽ മറ്റേ മാച്ച് നീ അവിടെ ചെന്നിട്ട് എന്താണ്ടോ ചെയ്തായിരുന്നല്ലോ. എന്തിലാട്ടാ, നല്ല സ്ഥലം കിട്ടിയാ മതി. അടിപൊളി സ്ഥലം. പക്ഷെ ഈസി ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഈസി ആയിടാ, ഞാൻ കളിച്ചിട്ടുള്ളത്. ഇതിനും കൂൾ ഡൗൺ ഉണ്ടാ? ഏതിന്? ഇമോട്ടിനാ? അയ്യേ, അതെന്നെ അതിനെ കൂൾ ഡൗൺ വെച്ചേക്കുന്ന അറിയില്ലല്ലോ. മണ്ടൻ. ആരെങ്കിലും അടുത്ത് പോയിട്ട് ചെയ്യണോ? അങ്ങനെയാണല്ലേ. പിന്നെ ഹഗ് എന്ന് പറഞ്ഞ എന്ത്? നമ്മള് ടച്ച് മാക്കിയത പോലെ ക്രഷിംഗ് പുള്ളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വാ. ഒരു സെക്കൻഡ്, അവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഓ ഈ സാധനം ഉണ്ണീനി ചത്തേ. ഓക്കേ, ആ സാധനം നല്ല വല്ല സ്ഥലത്തും കൊറേ നാള് കഴിഞ്ഞിട്ടാ സ്റ്റംബിൾ
രണ്ടാമത്തെ തവണ പറയേണ്ട ആവശ്യമില്ല. എന്തേലാട്ടെ. ഓ നീ ആയമോട്ടാണോ ഉദ്ദേശിച്ച? ഓ VIP കണ്ട ലീവ് ലീവ് നല്ല വല്ല ഈസി സ്ഥലത്തും കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനാ? അടുത്ത മാറ്റി പോവാം. നല്ല സ്ഥലമൊന്നും കിട്ടത്തില്ല. സോ നല്ല ഇത്തവണെങ്കിലും നല്ല സ്ഥലം കിട്ടിയാൽ മതി. അടിപൊളി. ഇനി നീ ഹഗ് ഉപയോഗിക്കാൻ നോക്കുന്നത് ഇത്തിരി അൺസേഫ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതാരേ ഒരാവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞ. ഈ എബിലിറ്റി എന്തായാലും നല്ല കേട്ടാ. ഞാൻ കള്ളം പറയല്ലേ, എന്തായാലും നല്ല സസ്സല്ല, നല്ല എബിലിറ്റി അത്. സീരിയസ് ആയിട്ട് പറയാ. അത് ഒപ്പോണൻസിനെ സ്റ്റൺ ചെയ്യും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അടുത്തവരെ വെക്കാനും പറ്റും. നമ്മുടെ സമയം പോത്തോടിയേ ഉള്ളൂ. ആരെ കൊണ്ടേ വെക്കുമ്പോൾ നമ്മുടെ സമയം പോകും. എന്തിലാട്ടെ. This is an Easter egg. എവിടെ? മുട്ടയാണല്ലേ. നല്ല വല്ല സ്ഥലവും കിട്ടും. ഇതെങ്കിലും മതി. ഇതെനിക്ക് കളിച്ച് ശീലമുള്ള. ഇതാണ് മെയിൻ കളി. ഹലോ. അവിടെ പോയ വീടുവോ? ചത്തു. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. പ്ലേ 20 ഗെയിംസ് ഒന്ന് തീർക്കണം. അടുത്ത കളി പോവാം. അച്ചീവ്മെന്റ് ഒന്ന് ഇതാക്കി മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയാൽ മതി. എനിക്കറിയാം. നിനക്കോടെ ഈ മൂബിട്ടയില് എന്താണ്ടോ സംഭവം ചെയ്യാൻ പറ്റും. അവർക്ക് 100 എയിമാണ്. ഓ രക്ഷപ്പെട്ട് ഭ്രാന്ത്. ഞാനായിരുന്നു ലാസ്റ്റ് കയറിയത്, അതുകൊണ്ട് ജയിച്ചു. നമുക്ക് അടുത്ത സ്ഥലം ഏതാ നോക്കാം. ഉണ്ണിയുടെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണെന്ന് ഉണ്ണി പറയുന്നത് അല്ലേടാ? കാര്യം ഉണ്ണിയില് മിക്ക തോന്നിയതാന്ന്. വാവ് എൻ്റെ അപ്പുറത്തായിരുന്നു.
ആരെങ്കിലും പോടെ അങ്ങോട്ട്. നേരെ തള്ളിയിട്ട് കാക്ക. മനസ്സിലായി. നീ അടുത്ത അതാണ് ഇതെന്ത്? വേഗം പോണം. എത്ര പേരായി? 3. noob w4 ഇങ്ങനെ കണ്ടൊക്കെ ഒരുത്തന്റെ പേര്. അടുത്ത പ്രാവശ്യം ഇതേ സ്ഥലം തന്നെ അല്ലേ? എന്താ 6 റിമൈനിങ്. ഇവൻ ബണ്ണി ഹോപ്പ് ആയിട്ടേക്കുന്ന. അതൊക്കെ ആരെയും വിക്ടറി ആനിമേഷൻ ഇടുക. ഭയങ്കര കേഷ്ഡ് അത്. എനിക്കുണ്ട് പക്ഷേ നടത്തില്ല. ഇതെന്താ സാധനം? ഓവർ എൻഡ്. ഇതൊന്ന് ലിംബോയാ? അല്ലാത്തൊരു ഗെയിം. ലിംബോ അൾട്ര ആണോ? എന്താ ഇവിടെ അതുണ്ടോ? ബ്രോ വാട്ട് ദ ഹെൽ? ഇതെന്ത് കളിയടേ? ആവോ ആവോ ആവോ. ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ അക്കാണ്. ഫസ്റ്റ് പോണം. അതൊക്കെ ഭയങ്കര പാടാ. നല്ല പവറപ്പ് വേണം. അതെ. സ്നൈപ്പർ 3 വല്ലാത്തൊരു പേര്. നമുക്ക് മെഷീൻ ഒന്ന് നോക്കാം. പ്ലേറ്റ് നമുക്ക് ടൂർണമെന്റ് കളിച്ചു നോക്കിയാലോ? ടൂർണമെന്റ് ടൂർണമെന്റ് കളിക്കുകയാണെങ്കിൽ തോറ്റുപോകുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് ഈ എബിലിറ്റി ഭയങ്കര ഇഷ്ടം. സ്വിംഗ് എന്നും പറഞ്ഞിട്ട് ഇത് സ്വിംഗ് എന്ന് പറഞ്ഞ എബിലിറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ എബിലിറ്റീസ് എടുത്ത് നീ ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ കൂട്ടുകാരുണ്ടോന്ന്. അമ്മമാരുണ്ടായിരുന്നെങ്കിൽ അവനെ വിളിച്ച് വിളിക്കായിരുന്നു. അവൻ കട്ടക്കട പോട്ടാന്ന് തോന്നുന്നു. ഇതെന്റെ ഫേവറേറ്റ് സ്ഥലം. കളിച്ചിട്ട് പോലും ഇല്ല നീ. പിന്നെയാണ് അതിന്റെ ഫേവറേറ്റ്. ഞാൻ കളിച്ചിട്ടുണ്ട്. ഇല്ല. അതെ തെറ്റുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ അക്കൗണ്ട്. എൻ്റെ പണ്ടത്തെ അക്കൗണ്ട് ഞാനും കളിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട്. എടീ ചെറുക്കൻ ഈ വിബേജി എന്ന് പറഞ്ഞ എന്താ? രസോ സ്റ്റംബിൾ ഗൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടിയിൽ കൂടെയാണ് പോയത്. ബ്യൂട്ടിഫുൾ. ജമ്പ് ചെയ്ത് അതാ കുഴപ്പം. ആ നേരം എത്രയായി? ഷോർട്ട് കയറാൻ നോക്കി പാവം. നോക്കി അമ്മിപ്പോയി.
ദിസ് ഈസ് ആൻ ഈസ്റ്റർ എഗ്. അടുത്ത റൗണ്ടിൽ പോവാം. ഞാനാണോ ചോദിച്ചത്? അതെങ്ങനെ ഇവനെങ്ങനെ ചോദിക്കും? എനിക്കറിയത്തില്ല. ടൂർ എനിക്ക് തോന്നുന്ന ഏറ്റവും ആദ്യത്തെ നാളായിരിക്കും തോന്നുന്നു. VBJ പ്ലെയർ ഇതെങ്ങനെ മാറുന്നതെന്ന് എനിക്കറിയില്ല. അതന്നെ അറിയുള്ളൂ. ഒരു ഇത് കിട്ടിയെന്ന് തോന്നുന്നു നമുക്ക്. എന്ത് നോക്കാം, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒരുത്തനുണ്ടായിരുന്നല്ലോ, എൻ്റെ പേരെന്തായിരുന്നു? നമ്പർ 1 ഗോൾഡ്. ഇങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്. അടുത്ത കളി പോവാം. അയ്യോ, ഇന്ന് തന്നെ കുറേ ഇത് കളിച്ച് ജയിക്കാൻ നോക്കിയിട്ടുണ്ട്. പകുതി വെച്ച് തോറ്റിട്ടോ. ഈ ലേസേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും കൂടെ ലേസർ ടാഗ് ആണ് അത്. അല്ല, ഞാൻ കളിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കൂടെ കളിക്കണമെന്നുണ്ട്. വെറുതെ ലൈസാണല്ലേ. ഓക്കേ, സ്ലിപ്പറിയാ. ഫസ്റ്റ് പ്ലെയറാ. ഏറ്റവും ഫ്രണ്ട് പോകുന്ന ആരാന്ന് നോക്കാം. ഇവ ഭയങ്കര പ്രോ നല്ല ബ്രീസ് റാറ്റ്, നല്ല സ്കിൻ ഉണ്ട്. പക്ഷെ അവന് എന്തോ ഗോഡ്സില്ലയുടെ പോലത്തെ സ്കിന്ന്, എന്തോ ഒരു സ്കിന്ന് റോബോട്ടിനെ പോലെ ഇരിക്കുന്നു. എനിക്ക് ആ സ്കിൻ വേണമെന്നുണ്ട്. അത് നല്ലതാടാ. അത് ഇതായിരിക്കും സാന്റീനോ. നീ പറഞ്ഞ സത്യ, സാന്റീനോ ആണെന്ന് തോന്നുന്നു. സാന്റീനോനെ പോലെ ഉണ്ട്. ഇവിടെ ഞാൻ കളിച്ചിട്ടുണ്ട്. ലേസർ വരും, അതിന്റെ മണ്ടക്കൂടി ചാടിച്ചിരുന്നു. എനിക്കിത് കളിക്കണ്ട, അല്ലേലും കളിക്കണ്ട, ഇഷ്ടല്ല. Play 20 games, 14 games. Your rewards code qualified for. നിരത്തല്ലേ ഇതിന്റെ ഇംഗ്ലീഷ്? എനിക്ക് കേട്ടിട്ട് ചെവി വായിച്ചതാടേ. എനിക്ക് ഈ പാസ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. സ്റ്റംബിൾ പാസ്. നെക്സ്റ്റ് അപ്പ് എന്താണ്? ഫസ്റ്റ് കാനോൺ ടൗൺ. ഈ ഈസ്റ്റർ എഗ് എപ്പോഴും എൻ്റെ കൂടെ കാണുക. Immobilize him. Beautiful. എനിക്ക് ജയിക്കണം. ആ സ്കിന്ന് നല്ല കേട്ടോ.
അറിയാത്ത ഈസ്റ്റർ ഒക്കെ എന്തിനാ എപ്പോഴും എൻ്റെ കൂടെ കളിക്കണമെന്ന്. നിന്റെ സെയിം ഇമോട്ട് ഒരുത്തനുണ്ടല്ലോ ഇവിടെ. 11 അല്ല മറ്റേ പോലെ ഉണ്ട്. ആ സ്കിൻ്റെ നല്ല രസമുണ്ട്. അടുത്ത എനിക്കറിയാത്ത സ്ഥലം ഏതായിരുന്നു? ഇതറിയാവുന്ന സ്ഥലം. ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഉണ്ണി റിവെഞ്ചിന് വരുവാണേ സ്ഥലത്ത് കളിക്കാൻ വേണ്ടി. ഞാൻ അവിടെ തന്നെ നിന്നോ. എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ ഹഗ് ഉപയോഗിച്ചിട്ട് ഒരുത്തനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നിനക്ക്. അറിയാം. ചെയ്യുക. ബനാന ഒരുത്തൻ്റെ ഇമോട്ട ബനാന. എന്തൊക്കെയോ നടന്നല്ലോ. ക്രാക്കുള്ള ബ്ലോക്കിന് അങ്ങോട്ടേക്ക് ഉറപ്പായി. ഇനി ഒരാളുടെ മാച്ചാണേ. ഒരാളുടെ മാച്ചാ. നല്ല പ്ലേസ് ആകണേ. നല്ല പവർ വല്ല ഫ്ലാഗ് പ്ലേസ് വല്ലതും. ഹണി ഡ്രോപ്പ് മറ്റേതുപോലെയാന്ന് തോന്നുന്നു. ഞാൻ കളിച്ചിട്ട് പോലും ഇല്ലടേ ഇവിടെ. മനസ്സിലായി. ഇത് മറ്റേ നമ്മുടെ മറ്റേ റേസിംഗ് ഏരിയ സർവൈവൽ എന്ന് പറഞ്ഞ മറ്റേ ഗെയിമില്ലേ. പക്ഷെ എൻ്റെ മറ്റേ ആ ഓറഞ്ച് ഹണി സംഭവത്തിൽ നിന്ന് എന്ത് പറ്റും? അയ്യോ അതിലേക്ക് എടാ ഇവിടെ ഡബിൾ ലെയർ ഹണി കോമ്പുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇവിടെ സർവൈവിങ് ആണ്. ഞാനും വേറൊരുത്തനും. മാറിയിരിക്ക അവിടുന്ന്. ഞാനാണോ വിന്നത്? ഞാൻ ജയിച്ചേ ഫൈനലി. ഷാഡോ ബോക്സിംഗ് ഉണ്ണിയോളെ. ഓക്കെ, യുവർ റിവാർഡ്സ് 500 XP, 500 സ്റ്റാർ, ഒരു കിരീടം, 60+ ട്രോഫി. കുറച്ച് ഗംസൊക്കെ കിട്ടി. 50. എന്തോ ഫ്രണ്ട്സിൽ 2 എണ്ണം പെയിൻറ്റിങ്. ഫ്രണ്ട് ആകണോ? ഒരു ഓൺലൈനാണ് ആരെങ്കിലും. ആ സ്കിൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ സ്കിൻ ആണെന്നുണ്ട്. ലെവൽ 20 ആണ് അവൻ. അതല്ലേ അവന്റെ എബിലിറ്റി വൈകി എന്തോ ബനാന എബിലിറ്റി അല്ല, ഇൻവിസിബിളാ. ജോയിൻ പാർട്ടി ഓൺലൈൻ ആയതുകൊണ്ട് ആ വല്ലതും കളിക്കുന്നു. ഈ പാർട്ടിക്ക് വിളിക്കാം. ക്രിയേറ്റ് പാർട്ടി വിട്. എനിക്ക് അവനെ വിളിക്കാം. ആഡ് മറ്റവൻ വന്നാൽ കൊള്ളാമെന്നുണ്ട്. വേറെ ഒന്ന് ഇനിയൊന്നും അവൻ എന്താണ്ട് കളിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവൻ്റെ കൂടെ കാണാം.
ഇത് ഓഫ്ലൈനാണോ? നമുക്ക് കളിക്കാം. അടുത്ത ഏത് സ്ഥലമാണ്? നല്ല സ്ഥലം, ബ്യൂട്ടിഫുൾ. ഓ മനസ്സിലായി ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ്. ഇതിനെക്കാട്ടും നല്ലൊരു ചാവണം. എനിക്ക് വയ്യ. ഓ അവസാനം ഡൈനോസറിനെ മുട്ടയെടുത്ത് എത്തി. അവിടെ തന്നെ നിൽക്കുവാണല്ലോ. അത് പറഞ്ഞ നേരം ഇപ്പം ഭയങ്കര ആളാണല്ലോ. ഓ സീനെ സീനെ കണ്ട കണ്ട. ഇവിടെ ആര് മൂസാനാ? അടുത്ത സ്ഥലമാണ്. നോക്കാം. ടൈൽ ഫോർ. ആരെയും ഇമ്മൊബിലൈസ് ചെയ്യേ. എന്തോ തന്നതാണ്. അവനെയും കൊണ്ടുപോയി. ഇവനൊരു കാലനാണ് ഗൈസ്. ഒരാവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞ അതിന്. ഇവന്മാര് ആരും ജയിച്ചില്ല എന്നിട്ടും. ഓക്കെ അനുഭവം. അടുത്താരാ? ട്രിക്കി. അതെന്താ നീ അങ്ങനെ ചെയ്യുന്ന? എന്ത് അങ്ങോട്ട് സൂക്ഷിച്ചേക്ക്. ഞാനവിടെ പിടച്ച് കളിക്കും. എന്റെ അനിയൻ ഭയങ്കര സസ. ചങ്കി ബാറ്റ്, ചന്തി ബാറ്റ്, ചങ്കി ബാറ്റ്. എനിക്ക് വയ്യ. എത്ര റൗണ്ട് വെക്കാം? 6, 5. 5 പേരെ റിമൈനിങ്.
ആ ഇത് എളുപ്പമാണേ, ഭയങ്കര എളുപ്പം ഇത്. സോ ഗൈസ് നോക്കാം ഇവിടെ. എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ ആരെല്ലാം ഹഗ് ചെയ്യേ, എന്നിട്ട് ലേസറിനെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ എന്നിട്ട് വേണം ഞാനും ചാവാൻ. തുള്ളി കൊണ്ടുപോയാൽ മതി. ഒരാൾ എലിമിനേറ്റ് ആയേ. ആരാണെന്ന് എനിക്കറിയത്തില്ലേ. അതിന്റെ മണ്ടക്ക് കയറി ചാടണം. അതെ. പറഞ്ഞീ ചെറുക്കനെ ആദ്യം തന്നെ ചെയ്യേ. അത്ര ഓപ്പിയുള്ള എബിലിറ്റി ആയിരുന്നു നിനക്ക്. നിർത്ത് ബ്രെയിൻ റോഡ് കൊച്ചേ. ആരെങ്കിലും ഉണ്ടോ? ഇതാരാന്നൊന്നും എനിക്കറിയത്തില്ല. ഈ പ്ലെയർ ആരാണെങ്കിലും ഫ്രണ്ട്സ് റോക്ക് 11 സെയിം കൺട്രിയാ. സിമിലർ സ്കില്ല്. എൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് ഇവർ രണ്ട്. ഗബ്രി 67 ഇപ്പൊ കുഞ്ഞി പിള്ളേർ വന്നു ബ്രെയിൻ റോട്ട മുഴുവനും. പ്രത്യേകിച്ച് നീ ആണ്. കൊറപ്റ്റഡ് ബീൽ ട്രൈ ചെയ്യണമെന്നുണ്ട് നീ സത്യം പറഞ്ഞ. 49 സ്പിൻ ചെയ്യാൻ പറ്റടാ. 49 ജെംസ് കൊടുത്താല് കൊടുക്കണ. അത് നീ ഇത് വെച്ച് കളിക്കണം, മാറ്റണം. ഇത് കണ്ട ഫ്രീ ആയിട്ടാണ് സ്പിൻ ചെയ്യാൻ. ക്ഷമിക്കണം, എയ്ഡായിരുന്നു എന്തേലും നല്ല സ്പെഷ്യൽ എബിലിറ്റി ടോക്കൺ. എന്താ എനിക്ക് എബിലിറ്റി ടോക്കൺ കിട്ടി. ഇതെന്താ സാധനം? അറിയത്തില്ല എന്തുവാന്ന്. ഫ്രണ്ട്സ് എല്ലാവരും ഓഫ്ലൈനാണ്. നമുക്ക് ഈ ബ്ലോക്ക് ഡാഷ് എനിക്ക് അത് നീ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ റീവൈൻഡ് എബിലിറ്റിയാ ഇവിടെ. അത് നല്ല കേട്ടാ. കണ്ട 49 ഒരെണ്ണം ചെയ്യാൻ പറ്റും. ആ കളിയിലോട്ട് പോവാം. 49 ജംസിന് ഒരു സാധനം കിട്ടും. ആ ഫോൺ പോലെ നമ്മുടെ മറ്റേ കൊറപ്റ്റഡ് ബീൽ എടുത്ത് സ്പിൻ ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട, ഞാൻ കളിയിലോട്ട് പോവാം. നമുക്ക് IC ഹൈറ്റ്സ് ഇവിടെയാണ് കളിക്കുന്നത്. ഒരാണ് ഇതിന്റെ മേലോട്ട് പോയായിരുന്നു. നടന്നില്ല.
ഞാനേ ജയിക്കുള്ളൂ. റൗണ്ട് ഓവർ. മിക്കവരും പോയി. ഇനി 12 പേര് റിമൈനിങ്. ഇപ്പം നോക്കാം. എവിടെയാണ്? ഓക്കെ, പൈവറ്റ് ബുഷ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആറിൽ കൂടുതൽ പേരുണ്ടല്ലോ, എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എത്രാമത്തെ? സെക്കൻഡ്. ഞാൻ മറ്റേ ആനിമേഷൻ കാണിക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ചില്ലിങ് കുറച്ച് നല്ല രസമുണ്ട്. പിക്കിൾ ബെയ്റ്റ്. ഒന്നും ഇവർക്ക് ഓറഞ്ചിന്റെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല. ഓ ക്രിഞ്ച് എന്നാ ഇപ്പൊ ആൾക്കാർ ഓറഞ്ചിന് പറയുന്നത്. ഓ ക്രിഞ്ച്. എനിക്കിഷ്ടമല്ലാത്ത സ്ഥലം. ബാക്കിലോട്ടോട്ടെ. ഞാൻ ക്വാളിഫൈഡ്. ഒരാളുടെ മാച്ച് അല്ല, ഞാൻ ഇപ്പം തന്നെ ജയിച്ചു. അടുത്ത മാച്ചും കംപ്ലീറ്റ് ആയി. ഞാൻ എന്തോ കൊറപ്റ്റൻ വീൽ എടുക്കണമായിട്ട് എന്തോ ചെയ്യാനാ? വേണോ ചെയ്യാം. 1 ലെഫ്റ്റ്. ഇത് തന്നെയോ? 49 ജെംസിന് പറഞ്ഞുണ്ട്. ചെയ്യണോ? വേണോ ചെയ്യാം കേട്ടാ. നല്ല കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു. ഒരു ദിവസം മാത്രമേ ലിമിറ്റ് ഉള്ളൂ. ചെയ്താലേ സെലക്ട് എമൗണ്ടാ ഒന്നും മതി. നല്ല സ്കിന്ന്. ഓഫീസർ മാർക്ക് എക്യിപ്പ് ചെയ്യണോ? എൻ്റെ കാലി വേണമെങ്കിൽ എക്യിപ്പ് ചെയ്യാം കേട്ടാ. ഇതാ നല്ലത്. മറ്റേ കണ്ടിട്ട് ഏകദേശം അമ്പാന്റെ മുഖമുണ്ട്. കളി കൂടി കളിക്കാം. എസ്റ്റിമേറ്റഡ് വെയിറ്റ് ടൈം 15 സെക്കൻഡ്. ലോഡിങ്
എവിടെ കിട്ടും? എവിടെയാണ്? കാനോൺ ക്ലൈം. ഒരു ചെറിയ ലാഗ് കാരണം ഉണ്ണി രക്ഷപ്പെട്ടു. അഡിക്റ്റാ, അഡിക്റ്റാണ്. ഈ ഫോക്സ് ഭയങ്കര ഡമ്പാ കേട്ടാ. ബാക്കിലോട്ട് വല്ലുവാണോ പോകുന്നത്? വെറുതെ ജയിക്കായിരുന്നു സത്യം പറഞ്ഞ. ഞാൻ വിചാരിച്ചത് മൈൻക്രാഫ്റ്റ് പില്ലേജറാണ്. ഒരുത്തനിവിടെ ഗോഡ്മാൻ്റെ പോലത്തെ സ്കിൻ ഉണ്ട്. അടുത്ത ഏത് സ്ഥലമാണ്? ആ സ്ഥലം ഏതാന്ന് എനിക്ക് നോക്കാം. ഇത് അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട്. 2-3 പ്ലേസ് കൂടി ഉണ്ട് നമ്മൾ പോവാത്ത. 3 പ്ലേസ്. നെക്സ്റ്റ് പ്ലേസ് അയ്യോ കുഴപ്പമില്ല. അങ്ങോട്ടാണോ? സൈഡിലോട്ട്. അതാരാ ഇത്? ഈസ്റ്റർ ഒക്കെ ഉണ്ട് എപ്പോഴും. നീ കൊറേ വേഗത്തിൽ പോ. ഞാൻ എന്താ സോണിക്കല്ലോ ആണ്. അങ്ങനെയല്ല, സ്ലൈഡ് ചെയ്ത് പോവേ, മനസ്സിലായോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.